കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ചർച്ചയായുന്നുണ്ട് തിരുവമ്പാടിയിലെ KSEB ഓഫീസ് ആക്രമണം. അതുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലെ ചർച്ച ഒക്കെ പ്രധാനപ്പെട്ട നിലയിൽ വന്നിട്ടുള്ളതാണ്. അതിൽ പല അഭിപ്രായങ്ങളും ഉയർന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്, ഒരു വിവരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവമ്പാടി KSEB ഓഫീസിൽ അതിക്രമം നടത്തി റിമാൻഡിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിനെതിരെ ഭാര്യാപിതാവ് അലി രംഗത്ത് വന്നിട്ടുണ്ട്. മകളെ മാനസികമായും ശാരീരികമായും അജ്മൽ പീഡിപ്പിച്ചു എന്നാണ് അലി കൈരളി ന്യൂസിനോട് പറഞ്ഞത്. ഗാർഹിക പീഡനമടക്കമുള്ള 5 കേസുകൾ അജ്മലിനെതിരെ നിലവിലുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി ലതീഷ് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ലതീഷ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ഇപ്പോൾ KSEB ഓഫീസ് റൈറ്റ് ലതീഷ്, ഗുഡ് മോർണിംഗ്. KSEB ഓഫീസ് അടിച്ചു തകർത്ത ആളിന് ഒരു വീരപരിവേഷം നൽകാനും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഒരു പശ്ചാത്തലം എന്ത് എന്നത് സ്വാഭാവികമായും പരിശോധിക്കുന്ന അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ലതീഷിൻ്റെ കയ്യിലുള്ളത്. എന്തൊക്കെയാണത്? ശരത്ത്, അജ്മലിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം. കാരണം KSEB ഓഫീസ് ആക്രമിക്കുക, അവിടെ ഉദ്യോഗസ്ഥർക്ക് മേൽ മാലിന്യം കൊണ്ടുവന്ന് എറിയുക, ആ നിലയിലുള്ള ഒരു ആളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം പരിശോധിച്ചപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് തന്നെ പ്രതികരിക്കാൻ തയ്യാറായത്. അദ്ദേഹം നമ്മളോട് പറഞ്ഞത്, ഈ മാധ്യമങ്ങൾ അജ്മലിനെ വെള്ളപൂശാൻ നടത്തുന്ന ശ്രമം കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലൊരു പ്രതികരണത്തിന് തയ്യാറായത്. കാരണം അജ്മലിനെതിരെ കേസ് നടത്തുന്ന ആളാണ് അലി എന്ന് പറയുന്നത്. അദ്ദേഹവും തിരുവമ്പാടി സ്വദേശി തന്നെയാണ്. കഴിഞ്ഞ 8 വയസ്സുള്ള ഒരു മകൾ ഇവർക്കുണ്ട്, അതായത് അജ്മലിനുണ്ട്. ആ കുട്ടിയെയും നോക്കുന്നത് ഇപ്പോൾ ഈ അലിയാണ്. അജ്മലിൻ്റെ ഭാര്യയായിരുന്ന യുവതി നിലവിൽ വിദേശത്താണുള്ളത്. എന്തായാലും 5 കേസുകൾ എന്ന് പറയുന്നത് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കേസുണ്ട്. ഒപ്പം ഇവരെ ശാരീരികമായി ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട് കേസുണ്ട്, വഞ്ചന കേസുണ്ട്, ഒപ്പം ഈ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസുകളുണ്ട്. ആ നിലയിൽ 5 കേസുകൾ അജ്മലിനെതിരെ ഈ കുടുംബം നടത്തുന്നുണ്ട്. അത്തരത്തിൽ ഒരു ക്രിമിനലായ ആളാണ്. അതെ ലതീഷ്, ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് 5 കേസുകളുണ്ട്. ഭാര്യാപിതാവ് തന്നെയാണ് ഇത് പറഞ്ഞത്, മറ്റാരുമല്ല. നമുക്ക് ഏതായാലും ലതീഷ് പറഞ്ഞ ആ വിശദാംശങ്ങളൊന്ന് നേരിട്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് വരാം. ആ റിപ്പോർട്ട് ലതീഷ് തന്നെ റിപ്പോർട്ട് കണ്ട ശേഷം ലതീഷിലേക്ക് മടങ്ങി വരാം. കേസുകൾ നടത്തുകയാണ് അലിയും കുടുംബവും. KSEB ഓഫീസിൽ അതിക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഭാര്യാപിതാവ് അലി ഉന്നയിക്കുന്നത്. മകളെ മാനസികമായും ശാരീരികമായും അജ്മൽ പീഡിപ്പിച്ചു. വിവാഹ സമയത്ത് നൽകിയ 70 പവൻ സ്വർണം കൈക്കലാക്കി. മകൾക്കും 8 വയസ്സുള്ള കുട്ടിക്കും ചെലവിനുള്ള പണം പോലും നൽകുന്നില്ല. ഗാർഹിക പീഡനം, വഞ്ചന, മുത്തലാഖ് തുടങ്ങി 5 കേസുകൾ അജ്മലിനെതിരെ നിലവിലുണ്ട്. ക്രിമിനൽ മനസ്സുള്ള അജ്മലിനെ മാധ്യമങ്ങൾ വിശുദ്ധനാക്കുന്നത് കണ്ടാണ് പ്രതികരിക്കാൻ തയ്യാറായതെന്നും അലി വ്യക്തമാക്കുന്നു. എൻ്റെ മകളെ കല്യാണം കഴിച്ച അജ്മലാണ്. അജ്മൽ കല്യാണം കഴിച്ചിട്ട് വളരെ ഭീകരമായ അന്തരീക്ഷത്തിൽ 4-5 വർഷം അവരെ വീട്ടിൽ ജീവിച്ചു പോയത്. എന്തൊക്കെ ചെയ്യാൻ കഴിയണം ആ രൂപത്തിലൊക്കെ അവൻ്റെ ഉമ്മയും പിന്നെ അവനും പെങ്ങളും എല്ലാവരും കൂടി ഉപദ്രവിച്ചിട്ടുണ്ട്. അവൾ നല്ലപോലെ പഠിച്ച കുട്ടിയായിരുന്നു. ജോലിയൊക്കെ പിന്നെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇവന് ഗൾഫിലേക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോകണത്. ഗൾഫിലായിരുന്നു ആദ്യം അവൻ. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണെങ്കിൽ പിന്നെ അവിടെ നിന്നും പീഡനമായിരുന്നു. പിന്നെ ഒരു കുട്ടിയായി പോയില്ലെന്ന് വിചാരിച്ചിട്ട് അവൾ കുറേ പിടിച്ചു നിന്ന് പിന്നെ അവസാനം ഊരവേദന വന്നു. ഊരവേദന എന്ന് ഇപ്പം മർദ്ദിച്ചിട്ട് വന്നതാണ്. അവന് ഒരു പക്ക ക്രിമിനൽ എന്ന് പറയാം, അത്രേ പറയാനുള്ളൂ എനിക്ക്. പാർട്ടി നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ അജ്മൽ. സ്റ്റേഷനോട് ചേർന്നാണ് വീട് എന്നതുകൊണ്ട് തിരുവമ്പാടി പോലീസിൻ്റെ സഹായം ഇയാൾക്ക് ലഭിക്കുന്നതായും അലി പറയുന്നു. ഈ സ്റ്റേഷനിൽ എപ്പോൾ എന്ത് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് അജ്മലിൻ്റെ സ്വാധീനം നല്ലോണം ഉണ്ടാവും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അവനെ ഉപദ്രവിക്കുക എന്നുള്ള ഒരിതാണ്. പിന്നെ അവന് രാഷ്ട്രീയ പിന്നെ നല്ലോണം സപ്പോർട്ടുണ്ട്. എല്ലാ ഒരുവിധ നേതാക്കന്മാരൊക്കെ ആയിട്ട് നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടായിരിക്കും ഇത്ര ധൈര്യം കാണിക്കുന്നത്. മകൾക്കും കുഞ്ഞിനും നീതി ലഭിക്കാനായി കോഴിക്കോട് കുടുംബ കോടതി, താമരശ്ശേരി കോടതി, കൊടുവള്ളി ഗ്രാമന്യായാലയ കോടതി എന്നിവിടങ്ങളിൽ കേസുകൾ നടത്തുകയാണ് അലിയും കുടുംബവും. AK ലതീഷ്, കോഴിക്കോട്. വീണ്ടും ലതീഷിലേക്ക്. ലതീഷ്, വീട്ടിൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഭാര്യയോടും ഒക്കെ നടത്തിയിട്ടുള്ള പരാക്രമവും ആക്രമണവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ KSEB ആഫീസിൽ നടത്തിയ ആക്രമണം അല്പം കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്.
തീർച്ചയായും വലിയ തോതിലുള്ള ഉപദ്രവം, ആക്രമണം ഈ കുടുംബത്തിന് നേരെ അജ്മലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പ്രതികരിക്കാതെ ഇത്തരമൊരു പ്രതികരണത്തിന് തയ്യാറായത്. കാരണം അജ്മൽ ഒരു ക്രിമിനലാണ്. ആ ക്രിമിനൽ മൈൻഡുള്ള ആൾ എന്നുള്ള നിലയിൽ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം മകളെ ആ നിലയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. 5 കുട്ടികളുടെ പിതാവാണ് നമ്മോട് സംസാരിച്ച അലി എന്ന് പറയുന്നത്. പെൺകുട്ടികളുടെ പിതാവാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള നിലയിൽ വലിയ തോതിലുള്ള ഉപദ്രവം ഈ കുടുംബത്തിന് നേരെ നടത്തുന്ന ആളാണ് ഈ അജ്മൽ എന്ന് പറയുന്നത്. ഒപ്പം അജ്മലിൻ്റെ ഒരു പശ്ചാത്തലം അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി പ്രവർത്തിക്കുന്നു. നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് അജ്മലിൻ്റെ വീട് എന്നതുകൊണ്ട് തന്നെ ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുമായുള്ള ചങ്ങാത്തം ഈ തരത്തിൽ പല ഘട്ടത്തിലും അജ്മലിന് സഹായമായി വരുന്നു എന്നുള്ളത് വ്യാപകമായ പരാതിയാണ്. അജ്മലിനെ കഴിഞ്ഞ ദിവസം KSEB ഓഫീസിൽ ആക്രമണം നടത്തിയ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടും പോലീസ് എത്താൻ വൈകിയത് ഉൾപ്പെടെ അവിടെ ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും അവരുടെ പ്രതിഷേധ പ്രകടനം അവിടെ നടത്തുന്നതിലേക്കും വരെ എത്തിയിരുന്നു. ആ നിലയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം, രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ രാഷ്ട്രീയ നേതൃത്വവുമായി കോൺഗ്രസ് നേതാക്കളുമായുള്ള അടുത്ത ബന്ധം, അത്തരം കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് അല്ലെങ്കിൽ ഈ കുടുംബത്തിനെതിരെ തിരിയാനും പ്രതികാരം ചെയ്യാനുമുള്ള ഒരു പ്രേരണയായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഒത്തുതീർപ്പിനായി ഈ കുടുംബം പലതരത്തിലുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. എന്നാൽ ഇനി കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ആ നിലയിൽ ഈ കേസുകൾ 5 കേസുകൾ ഈ അജ്മലിനെതിരെ ഈ കുടുംബം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നിലയിൽ അജ്മലിനെതിരെ കേസില്ല, യാതൊരു തരത്തിലുള്ള കേസോ പ്രശ്നങ്ങളോ ഇല്ലാത്ത വ്യക്തിയാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്രചരണവുമെല്ലാം ശക്തമായ ഘട്ടത്തിലാണ് അജ്മലിൻ്റെ ക്രിമിനൽ പശ്ചാത്തലവും ഈ കുടുംബത്തിന് തന്നെ നേരിട്ടുണ്ടായ അനുഭവവും പങ്കുവെച്ചുകൊണ്ട് അലി രംഗത്ത് വന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കേസ് എന്ന് പറയുന്നത് KSEB ഉദ്യോഗസ്ഥരെ, വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുണ്ട്. ഒപ്പം KSEB ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരെയും ഓഫീസും അടിച്ചു തകർത്ത കേസുണ്ട്. ഈ 2 കേസുകളിലും നിലവിൽ റിമാൻഡിലാണ് അജ്മലും സഹോദരനും. ഇവരുടെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശരത്. റൈറ്റ്. ശരി, ലതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.